അത് ശരിയാ, പോലീസ് ആവുമ്പളേ ഓല് പിടിച്ച് കെട്ടിട്ടോളും. എന്ത് പൊട്ടപ്പണിയാ ഓല് കാണിച്ചത്? ആ വണ്ടിയുടെ സൗണ്ട് കേട്ടാ ഓലിപ്പോ രക്ഷപ്പെടും. എടി കുഞ്ഞാപ്പൂ, അങ്ങനെ പറഞ്ഞോടാ. അതെ അതെ, ഇജ്ജ് പോലെ കുറ്റൊന്നും പറയുന്ന കുഞ്ഞാപ്പൂ. സാർ, ഞാൻ പറഞ്ഞ സ്ഥലം ഇത് തന്നെയാ. അവര് വീട്ടിൽ ഉണ്ടെന്ന കാര്യം ഉറപ്പ് തന്നെയല്ലേ? പോയി നോക്ക് സാറേ, പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അച്ഛാ, എന്ത് മോളെ, മോള് പേടിക്കണ്ട. എനിക്ക് പേടിയൊന്നുമില്ല അച്ഛാ. എനിക്ക് തത്രുവാവിനെ കെട്ടിയാ മതി. കാര്യമില്ല മോളെ, അതിനല്ലേ നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിവിടെ നിൽക്ക്, ഞാനേ അകത്തേക്കൊന്ന് പോയി നോക്കി വരാം. ഓലേ, വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടേ അങ്ങോട്ട് ഓടിക്കേറി സാർ. നിങ്ങൾക്ക് ഉറപ്പ് തന്നെയല്ലേ അത് തട്ടിക്കൊണ്ടുവന്ന പിള്ളേരാണെന്ന്? നല്ല ഉറപ്പുണ്ട് സാറേ. ആ കുഞ്ഞുങ്ങളുടെ കുറച്ച് വെള്ളം ചോദിച്ചിട്ട് അറിയായിരുന്നു, അവരാരും കൊടുക്കുന്നില്ല. ഞാനൊന്ന് കേറി നോക്കട്ടെ. അച്ഛാ, നമ്മുടെ തത്രുവാവ് അവിടെ ഉണ്ടാവും അച്ഛാ. ചന്ദ്രേട്ടാ, രമേ, ചന്ദ്രേട്ടാ, ആ കൊച്ച് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയാ മതിയായിരുന്നു തത്രുവാവേ. അതൊക്കെ കിട്ടും രമേ. പോലീസ് എല്ലായിടത്തും വലവിരിച്ചു കഴിഞ്ഞു. ഇന്നെന്താ ശ്രീമതി നല്ല തിരക്കിലാണല്ലോ? ഇന്ന് തിരക്കോ? എപ്പോഴാ എനിക്ക് തിരക്കില്ലാത്തത്? പണി കഴിഞ്ഞ നേരമില്ല, ജോലി എടുത്ത് ക്ഷീണിച്ചു. നീ ഒന്ന് ക്ഷമിക്കാമീ. എത്രയാന്ന് വെച്ചിട്ട് ക്ഷമിക്കാ? സാരമില്ലെന്ന്, എല്ലാം ശരിയാവും. എന്ത് ശരിയാവാനാ? അയ്യോ പൊന്നേ, നീ ചൂടാവല്ലേ? എടി ആമി. ഓ, കണ്ടോ, തുടങ്ങി. ജോലി തീർന്ന സമയമില്ല, എന്നാലോ ഒരു ജോലി ചെയ്തു തീർക്കുമ്പോഴേക്കും അടുത്ത വിളി വരും. ഇതെന്താ, പണിയെടുക്കാൻ വേണ്ടി കെട്ടിക്കൊണ്ടുവന്നതാണോ എന്നെ? അത് പിന്നെ ആമി, നീ ഒന്ന് ക്ഷമിച്ചേക്ക്. ഉമ്മക്ക് വയസ്സായതല്ലേ? എന്ത് വയസ്സായത്? വയസ്സായെങ്കിലേ അടങ്ങി ഒതുങ്ങിയിരിക്കണം, അല്ലാതെ ഇങ്ങനെ മരുമക്കളെ പണിയെടുപ്പിക്കല്ല വേണ്ടത്. അല്ലെങ്കിലും ആമി ചൂടാവുന്നത് കാണാൻ എന്തു ഭംഗിയാ. സോപ്പിടൊന്നും വേണ്ട. കണ്ടോ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. നീ എനിക്കൊരു കാപ്പി തന്നേ. കാപ്പി? എടി ആമി, എത്ര വിളിച്ചാലും ഈ പെണ്ണിന് ചെവി കേക്കില്ലേ? ദേ, നീ എവിടെ പോയി കിടക്കേടി? ഓ, അടുത്ത വിളിയും വന്നു. ഇത് തന്നെ, രാത്രി ഒന്ന് കിടക്കുന്നത് വരെ. നീ ഒന്ന് ക്ഷമിക്കാമീ. ഓ, എപ്പോ നോക്കിയാലും നീ ഒന്ന് ക്ഷമിക്കാമി ക്ഷമിക്കാമി, വേറൊന്നും പറയാനില്ലേ? നീ എനിക്കൊരു കാപ്പി തരൂ ആദ്യം. ഇത് കാപ്പി. ഇനിയിപ്പോ കാപ്പി കിട്ടില്ലെന്ന് പറഞ്ഞിട്ടേ അവിടെ നിന്ന് വിളിക്കണ്ട. എന്നാ പിന്നെ എനിക്ക് കാപ്പി വേണ്ട, ഞാനെടുത്ത് കുടിച്ചോളാം. എന്നിട്ട് വേണം ഞാൻ കാപ്പി തന്നില്ല പറഞ്ഞ് അതിന് വഴക്കിടാൻ. ഓ, ഞാൻ വിളിച്ച നിനക്ക് എങ്ങനെ കേൾക്കാനാ? ഞാൻ വിളി കേട്ടല്ലോ. എവിടെ? എന്റെ ചെവി എന്താ ഇപ്പൊ പൊട്ടിയിക്കാണോ? എത്ര നേരമായി ഞാൻ അവിടെ നിന്ന് ആമി ആമി എന്ന് വിളിക്കുന്നു. ഉമ്മ, എന്തിനു വിളിച്ചത്? ഓ, ഇപ്പഴും ഞാൻ ചോദിച്ചല്ലോ, എത്ര നേരം ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരു ചായ കൊണ്ടുപോകാൻ പറയുന്നു. ഞാനിപ്പോ കൊണ്ടുവന്ന് തരാം. എനിക്ക് ആകെ 2 കൈയല്ലേ ഉള്ളൂ, അതുകൊണ്ട് എടുത്ത് തീരണ്ടേ എല്ലാം. എടാ, നിന്നെയും അടുക്കള ജോലിക്ക് കൂട്ടിയോ അവള്? ഈ ഉമ്മാടെ ഒരു കാര്യം. എന്റെ കൈ പൊള്ളി. നോക്കട്ടെ ആമി, അപ്പൊ സൂക്ഷിക്കണ്ടേ? എന്റെ കൈ. ഹോ, ഇനി എനിക്ക് ചായ തരണ്ടല്ലോ. അതല്ല, ഞാൻ ആ ചായ പാത്രത്തിൽ തൊട്ടപ്പോഴേ എന്റെ കൈ പൊള്ളിപ്പോയതാ. മനസ്സിലായി, എല്ലാം മനസ്സിലായി. ആമി, കൈ നോക്കട്ടെ. പൊള്ളി ആമി. ഇല്ല, ചെറുതായി പൊള്ളിയുള്ളൂ. ഓ, എന്നാ നീ പോയി അവിടെ കിടന്ന് റെസ്റ്റ് എടുക്ക്. ഉമ്മ, എന്താ ഈ പറയുന്നേ? ഒരു ചായ ചോദിച്ചപ്പോ പൊള്ളിയതുപോലെ അഭിനയിക്കാ അവള്, എന്നിട്ട് അത് കൂട്ടുപിടിക്കാൻ അവനും. ശുക്കൂർക്ക അങ്ങോട്ട് പോയിക്കോ, ഞാൻ ചായ ഇട്ട് കൊണ്ടുവരാം. അവളുടെ ഒരു ശുക്കൂർക്ക. ഇവിടെ അടുത്തൊന്നും ആരും കാണുന്നില്ലല്ലോ. പാവം എന്റെ അമ്മ, എന്റെ അച്ഛൻ. എന്തിനാ ഈ ദുഷ്ടന്മാരെന്നെ ഇവിടെ അടച്ചിട്ടിരിക്കുന്നേ? ഇനി എങ്ങനെയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാ? ഇനി ഒരിക്കലും എനിക്ക് എന്റെ അമ്മയെ കാണാൻ പറ്റില്ലേ? ചിന്നുവിനെ, കുഞ്ഞപ്പൂനെ ഒന്നും കാണാൻ പറ്റൂലേ? ഇത് ചാടിയ എന്റെ കൈകാലൊക്കെ ഒടിഞ്ഞ് ഞാൻ അവിടെ കിടക്കും. രക്ഷപ്പെടാൻ എന്താ ഒരു മാർഗം? ഒരു ഫോണെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ഫോൺ വിളിക്കായിരുന്നോ? എന്റെ അടുത്താണെങ്കിൽ ഒന്നും വെക്കുന്നില്ല അവര്. എങ്ങനെയായാലും വേണ്ടുന്നില്ല, എവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. അയ്യോ, ആ കുട്ടി ഇത് എവിടെ പോയി? ആ പെണ്ണിന്റെ പേരിപ്പോ എന്താ? എന്താ പതിനൊന്ന് വിളിക്കുക? ഷോ, ഇവിടെ ഒന്നും കാണുന്നില്ല. അവളോട് പോയി പറയാം. ചിന്നസേ, ചിന്നസേ, നിന്നെ കാണാതെ എനിക്ക് വളരെ
അതറിയില്ല. ഞാൻ ഇവിടെയൊക്കെ നോക്കി, ഇവിടെ എങ്ങും കാണുന്നില്ല. ഏയ്, നീ എല്ലായിടത്തും നോക്കിക്കാണില്ല. അവള് ചിലപ്പോഴേ ബാത്റൂമിൽ പോയിട്ടുണ്ടാവും. ഏയ് കുട്ടി, കുട്ടി, നീ എവിടെ? അയ്യോ, ഏയ് കുട്ടി, ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. ഹോ, എന്നെ വെറുതെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാനേ നേരത്തെ ഇതിലേക്ക് നോക്കിയതാ. ആ, എന്നാലൊരു കാര്യം ചെയ്യേ, ആ കണ്ണട അങ്ങേ കൊണ്ടുപോയി മാറ്റിയേക്ക്. കണ്ണിന് കാഴ്ച ഇത്തിരി കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഹോ, എന്ത് പറഞ്ഞാലും അങ്ങ് ചിരിച്ചോളും. ഏയ് കുട്ടി, ഒന്നിങ്ങ് വന്നേ. എന്താ? അയ്യോ, പേടിക്കല്ലേ കൊച്ചേ. എനിക്കെന്റെ വീട്ടിൽ പോകണം. എനിക്കിവിടെ നന്നായി ബോറടിക്കുന്നുണ്ട്. നീ അവിടെ ഇവിടെ പോയിരുന്നിട്ടല്ലേ നിനക്ക് ഇവിടെ കളിക്കാൻ എന്തോരം വണ്ടികളാ കിടക്കുന്നത്. അപ്പുറത്തതാ ബൈക്ക് ഉണ്ട്, ജീപ്പ് ഉണ്ട്. എന്ത് വേണമെങ്കിലും പോയി കളിച്ചോടും നിനക്ക്. എനിക്കൊന്നും വേണ്ട. ചിന്നാച്ചിന്റെ കൂടെ എനിക്ക് പുറത്തൂടെ ഓടി കളിച്ചാൽ മതി. ഈ കൊച്ചിന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. അവളുടെ വീട്ടിലുള്ളതിനേക്കാൾ 100 ഇരട്ടി സൗകര്യം ഉണ്ട് ഇവിടെ. അതെ അതെ, പിന്നെന്താ കുട്ടി, നിനക്ക് ഇവിടെ നിന്നാലേ? എനിക്കൊന്നും വേണ്ട. ദാ നോക്ക്, നീ മിണ്ടാതെ അവിടെ ഇരുന്നോണം. തങ്കമ്മേ, ഇത് എന്തെങ്കിലും ഒന്ന് കഴിക്ക് തങ്കമ്മേ. ഒന്നും തിന്നാതെ ഇരുന്നാലേ തങ്കമ്മക്ക് ആകെ വയ്യാതാവൂലേ. തങ്കമ്മേ, എല്ലായിടത്തും നോക്കുന്നുണ്ട് തങ്കമ്മേ. നമ്മുടെ തക്കുടുപാവനെ എന്തായാലും കിട്ടും. വല്ലാത്തൊരു കഷ്ടം. ഞാൻ എന്ത് പറഞ്ഞിട്ടപ്പോ ഐറ്റങ്ങളൊന്ന് സമാധാനിപ്പിച്ച? നോക്ക് തങ്കമ്മേ, അങ്ങോട്ടൊന്ന് നോക്ക്. അതാ പാത്തൊക്കെ വരുന്നുണ്ട്. ഇജ്ജത്തൊന്ന് തിന്ന് തങ്കമ്മേ. ആര് വന്നാലും എന്റെ തക്കുടുവാവ വന്ന പോലെ ആവൂലല്ലോ. എന്റെ കുട്ടിയുടെ കളിയും ചിരിയും ഇല്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ? എന്ത് പറഞ്ഞാ പഠിച്ചോനെ ഞാൻ ഓളിനെ സമാധാനിപ്പിച്ച? പെറ്റ തള്ളയുടെ സങ്കടം അത് പറഞ്ഞാ തീരുവോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. തങ്കമ്മേ കരയണ്ട് തങ്കമ്മേ. അല്ല തങ്കമ്മേ, ഇജ്ജിപ്പോ കരഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാരും എല്ലായിടത്തും കൂടി തെരയുന്നുണ്ടെന്ന്. നമ്മുടെ തക്കുടുവാവനെ കിട്ടാതെ പിന്നെ എവിടെ പോവാനാണ്? ഓളേക്ക് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ഇതൊന്ന് സമാധാനായിക്ക്. പാത്തു, ഞാൻ എന്ത് പറഞ്ഞിട്ട് സമാധാനപ്പെടുന്നത്? ഒരു സമാധാനമില്ല പാത്തു. എന്റെ കുട്ടി എവിടെയാണാവോ? എന്നാലും എന്റെ പൊന്നു മോള്. തങ്കമ്മേ, തങ്കമ്മേ, ഇജ്ജെന്തിനെങ്ങനെ ചിരിച്ചത്? പാവം, ഓളെ മനസ്സ് കലങ്ങി പോയിന്നാ തോന്നുന്നത്. തങ്കമ്മേ, ആരിപ്പത് വന്നിക്കണത്? സിനിമാ നടി മഞ്ജു വാര്യരോ? എവിടെ എവിടെ മഞ്ജു വാര്യര്? തങ്കമ്മേ, എവിടെ മഞ്ജു വാര്യര്? ഇങ്ങോട്ടൊന്ന് നോക്കിക്കോ, അപ്പൊ കാണും മഞ്ജു വാര്യരെ. എവിടെ? മഞ്ജു വാര്യരോ? എന്താപ്പത് കഥ? ഈ ഇരിക്കണതാരെന്നറിയോ? എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റാ. ആര്? ഞാനോ? ഞാനാ? ഞാന് തങ്കമ്മേ, ഞാന് നിന്റെ മൂപ്പനാ. ഇതിപ്പോ കജ്ജിന്ന് പോയാലും എന്റെ പഠിച്ചോനെ. ഇപ്പൊ മൂപ്പന്റെ പിരാന്തൊക്കെ മാറിയിട്ട് മൂപ്പത്തിക്കല്ലേ പിരാന്ത്. പാത്തുവോ, ഇച്ച് പേടിയാവണ് പാത്തുവോ. പേടിക്കണ്ടട്ടോ. എനിക്ക് മേക്കപ്പ് ചെയ്യാനേ സമയായി. അടുത്ത ഷൂട്ട് തുടങ്ങാനായി. ഇതിപ്പോ കജ്ജിന്ന് പോയ എല്ലാ ലക്ഷണവും ഉണ്ടല്ലോ എന്റെ പഠിച്ചോനെ.